ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കടുത്ത നടപടി. നിരത്തുകളിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഇറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ശുപാർശ ചെയ്യുന്ന നിയമ ഭേദഗതി വരുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ മാറ്റം വരുത്തി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിയമപരമായ ശക്തി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഭേദഗതി വരുത്തിയ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിമാർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കും കൈമാറും. സുപ്രീം കോടതി 2025 നടപ്പിലാക്കിയ നിരീക്ഷണ പ്രകാരം രാജ്യത്തെ മൊത്തം വാഹനങ്ങളിൽ 56% ഏകദേശം 16.5 കോടി വാഹനങ്ങൾ ഇൻഷുറൻസ് കവറേജ് ഇല്ലാതെ ഓടുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ രജിസ്ട്രേഷൻ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അതേ നിയമം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്കും ബാധകമാക്കാനാണ് തീരുമാനം. കുറഞ്ഞത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ വാഹനങ്ങൾ ഓടിക്കുന്ന പ്രവണത കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിരീക്ഷണങ്ങൾ പ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്നവയിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങളാണ്. ചെറിയ തോതിൽ മറ്റു വിഭാഗങ്ങളിലെ വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ട്. നിലവിലെ നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് ആദ്യമായി പിടിക്കപ്പെടുമ്പോൾ 2000 രൂപ പിഴയും വീണ്ടും പിടിക്കപ്പെടുകയാണെങ്കിൽ 4000 രൂപ പിഴയും കൂടാതെ 3 മാസം വരെ തടവും ലഭിക്കാവുന്ന കുറ്റവുമാണ്. പുതിയ ഭേദഗതി നടപ്പിലായാൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിയമപരമായ ശക്തി ലഭിക്കും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.